ഈ ഒറ്റ മൈൻഡ് നേട്ടിട്ടില്ലേ? ബെറുദുബായിന്ന് കരാമയിലേക്ക് ചായ കുടിക്കാൻ ഇറങ്ങി ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഈ ഒരു ഹാഫ് ഡെസേർട്ടിലാണ്, അതും ഗ്രില്ല് വിടാനായിട്ട്. നേരത്തെ പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു, ടെൻറ്റും കാര്യങ്ങളും കിട്ടിയില്ല. പക്ഷേ വഴിയിൽ നിന്നും എവിടുന്നൊക്കെ ഒപ്പിച്ച ഗ്രിൽ സ്റ്റാൻഡും കടയിൽ നിന്നും വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ 7 പേര് നേരെ ഹാഫ് ഡെസേർട്ടിൽ കൂടി. ഒറ്റ മൈൻഡിൽ പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് പരിപാടി ആയതുകൊണ്ട് തന്നെ സ്റ്റേക്കേഷനും കാര്യങ്ങളൊന്നും നടക്കില്ല, നമ്മുടെ കയ്യിൽ ടെൻറ്റും ഇല്ല. ഡിസംബറിൻ്റെ കടന്നുവരവ് തണുപ്പിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലൈമറ്റിൽ ഈ കനൽ കത്തിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിൽ ഏറ്റവും വലിയ ടാസ്ക്. കൊണ്ടുവന്ന ചോളവും സോസേജൊക്കെ വെട്ടി ഞുറുക്കി ഞങ്ങൾ നേരെ ആദ്യം തന്നെ കനലിലേക്ക് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് മണലിലൂടെ ജാതി സൗണ്ടിൽ ഓരോരോ വണ്ടികൾ പോകുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് സെറ്റ് ചിക്കനും അടുപ്പിൽ കയറിയിട്ടുണ്ട്. പരിപാടി ജോറ് മാറ് സീന്. അങ്ങനെ കുറേ നേരം എൻജോയ് ഒക്കെ ചെയ്തു. പരിപാടി കഴിഞ്ഞു. ഫുഡ് കാര്യങ്ങളെല്ലാം എല്ലാവരും കഴിച്ചു. എല്ലാം സെറ്റായി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ സോസേജിനും ചിക്കനും എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. അടുത്ത് തന്നെ വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പ്. ടെൻറ്റില്ലാതെ സുപ്രയിൽ ഈ ഒരു കിടപ്പ് ഒരുപാട് നേരം കിടക്കാൻ കഴിയാത്തതുകൊണ്ട് രാവിലെ 5:30 ആയപ്പോഴേക്ക് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടു കേട്ടോ ബെറുദുബായിക്ക്. അടുത്ത വട്ടം ടെൻറ്റും പായും ചെയറൊക്കെ ആയിട്ട് സെറ്റായിട്ട് വരുമെന്നുള്ള സ്ഥിരം പല്ലവിയിൽ നേരെ ദുബായിക്ക്. നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ബുർജ് ഖലീഫയിൽ ഒരുപാട് ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നമ്മൾ പോകുന്ന വഴി അതും കാണാനൊരു ഭാഗ്യം ലഭിച്ചു. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ഇനിയുള്ള 2-3 ദിവസം ലീവായതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ മൈൻഡിൽ ഈ ഒരു യാത്രയൊക്കെ ചെയ്യാൻ പറ്റിയത്. ഇത് പക്ഷേ നിങ്ങൾ കാണുമ്പം ചിലപ്പം ലീവ് കഴിഞ്ഞേക്കാം. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.